ചില പ്രഖ്യാപനങ്ങൾ UDF നടത്തി. 5 ഗ്യാരണ്ടി, 25 ലക്ഷം ഓരോ കുടുംബത്തിനും സുരക്ഷ, ആരോഗ്യ സുരക്ഷ, പെൻഷൻ 3000 ആക്കി ഉയർത്തും. അതുപോലെ തന്നെ KSRTC ബസ്സിൽ സൗജന്യമായിട്ടുള്ള യാത്ര. ഇതിനെങ്ങനെയാണ് LDF കാണുന്നത്? ആദ്യം ആ കുട്ടീന്റെ വീട് വെച്ചു കൊടുക്കട്ടെ. വയനാട്ടിലൊരു കുട്ടി, എന്തേലും ആ കുട്ടീന്റെ പേര് ശ്രുതി. ആ വീട് ആദ്യം വെച്ചു കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുണ്ട് എന്ന് മനസ്സിലാകുക. അല്ലെങ്കിൽ എന്തും പറയാലോ. ഈ പറയുന്നതിന്റെ ഭാഗമായിട്ട് എത്രത്തോളാണ് നടപ്പാകുക എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ഒട്ടേറെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നാടാണ്. ഈ 2021 ശേഷം ഉണ്ടായ വലിയ ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നമുക്ക് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനായി ഒരു മാതൃകാ ടൗൺഷിപ്പ് നമ്മൾ രൂപം കൊടുത്തു. അതിൻ്റെ ഭാഗമായി 178 വീടുകൾ ഇപ്പോൾ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി വീടുകളുടെ നിർമ്മാണം അതിവേഗതയിൽ നടക്കുകയാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രയാസം നാം കാണേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണ്ടത്ര ഉണ്ടായില്ല എന്നത് തന്നെയാണ്. നമ്മുടെ ആരോഗ്യമേഖല എല്ലാ രീതിയിലും ശക്തമാണ്. കൂടുതൽ ശക്തിയിലേക്കത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഉൾപ്പെടെയുള്ള ആധുനിക സ്ഥാപനങ്ങൾ ഈ രംഗത്ത് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്താകെ സർക്കാർ ജീവനക്കാർക്കുണ്ടായിരുന്ന ഒരു വിഷമം, അതിന് പരിഹാരം കാണാൻ ഇപ്പോൾ LDF സർക്കാർ തയ്യാറായി.